എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. അമ്മ മാത്രല്ല അച്ഛനും കൂടിയില്ലേ, രണ്ടാളും കൂടിയാണ്. അപ്പോൾ ദേ ഓണം ഒരു തൃക്കാക്കര വെച്ചിട്ടുള്ളൂ ഞാൻ. ഓണം 3 വെക്കണ്ടേ, പിന്നെ ഒരെണ്ണം പഠിക്കുക, അങ്ങനെ 4 അങ്ങനെ ആയിട്ടാണ് നമ്മൾ വെക്കാറ് എല്ലാവരും. ഇക്കൊല്ലം അച്ഛൻ്റെ പെങ്ങൾ മരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണം വെച്ചാൽ മതി. പണ്ടുള്ളവരൊക്കെ അങ്ങനെ പറയും, ഒരെണ്ണം വെച്ചാൽ മതി. അതത്ര വലിയൊരു വാലായ്മയല്ല. അച്ഛൻ്റെ പെങ്ങള്, ഞങ്ങളുടെ അച്ഛൻ്റെ പെങ്ങള്, അതായത് നമ്മുടെ ഈ അച്ഛൻ്റെ അമ്മായി ആണേ. സ്വന്തം അച്ഛൻ്റെ സ്വന്തം പെങ്ങളാണ്, പക്ഷെ തറവാടൊക്കെ വേറെയല്ലേ. അപ്പോൾ അത് കാരണം ഒരെണ്ണം വെക്കാമെന്ന് വിചാരിച്ചിട്ട് അനിയൻ്റെ വീട്ടിലും എല്ലായിടത്തും അങ്ങനെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ അവിടെ ഒരു ചടങ്ങുണ്ട്, അത് ചെറുതായിട്ട്. അതിപ്പോൾ വെക്കണ്ടാന്ന് വെച്ചാൽ വെക്കണ്ടാന്ന് വെക്കാം. പിന്നെ അത് ഓണം ഞാൻ ഏത് വാലായ്മകളിലായാലും ഒരെണ്ണം വെക്കുന്നത് എനിക്കിഷ്ടമാണ്. വാലായ്മ ഒരു വശത്ത് അങ്ങനെ ഉണ്ടാവും. അത് പോയി ഓണം വെച്ചുകൊണ്ട് മാറാനൊന്നും വെച്ചതുകൊണ്ട് മാറാനും പോകില്ല, വെക്കാതിരുന്നുകൊണ്ട് മാറാൻ പോകില്ല. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരെണ്ണം വെച്ച് അവസാനിപ്പിച്ചു. പിന്നെ നമ്മുടെ തിരക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ മിക്ക ഓണങ്ങളും കഴിഞ്ഞ വർഷത്തെ ആയാലൊക്കെ നമുക്ക് ആർഭാടമായി ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ഇഷ്ടത്തിന്. കാരണം രാത്രി എത്ര മണി ചേട്ടൻ നമ്മൾ വരുമ്പോൾ 12:30 ആയിട്ടാവും, നമ്മൾ 12 മണിക്ക് ആയിട്ടാവും വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വന്ന് നല്ല ടയേർഡായിട്ടാണ് വരിക കടയിൽ നിന്ന്. ഞങ്ങൾക്ക് സുജമോൾക്കായാലും നല്ല തിരക്കാ, ഞങ്ങൾക്ക് ഭാഗ്യനായാലും നല്ല തിരക്കാ. ഞാൻ ആ കടയിലുള്ളത് കൊണ്ട് ഞങ്ങൾക്കായാലും. അച്ഛനൊക്കെ നല്ല രാവിലെ തൊട്ട് തന്നെ അവിടെ സജീവമായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. മോനാണല്ലോ പറയേണ്ടത് കച്ചവടത്തിൻ്റെ കാര്യം. അപ്പോൾ മോശമില്ലാത്ത രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ ഉണ്ടായി ഞങ്ങൾക്ക്. പിന്നെ ഞാൻ ചോദിച്ചു വൈകുന്നേരം ഇപ്പം എങ്ങനെയുണ്ട് മോനെ കച്ചവടം, എങ്ങനെയുണ്ട് കളക്ഷൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല അമ്മ, വലിയ തകൃതി എന്ന് പറയാനൊന്നുമില്ല, നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു ആശ്വാസം. അങ്ങനെ ഞങ്ങൾ ഒരു 12 മണി നേരത്ത് ഓണം വെക്കേണ്ട ഇതിലിങ്ങനെ കയറി വരുമ്പോൾ അച്ഛൻ പറഞ്ഞു, ജയാറേത്തൊരു കവറിരിക്കില്ലല്ലോ, അതെന്താ നോക്കിയേന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കി ഞാൻ നിങ്ങൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാൻ. നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സാരിയും ഡ്രസ്സുമാണ്. അത് ആരാണിത് കൊണ്ടുവന്നത് എന്ന് നമുക്കറിയില്ല. ഞാനത് കാരണം ഇതിലിപ്പോൾ ഇങ്ങനെ പറയുന്നത് തന്നെ കൊണ്ടുവന്ന ആൾ ഇതിൽ ഒരു കുറിപ്പ് വെക്കുകയെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതിൽ കൂടാതെ നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ടുണ്ട് വേണ്ട. അപ്പോഴേ ആഡീസ് കോക്കനട്ട് ഓയിൽ എന്നാണ് ഇത്. ചിലപ്പോൾ ഇനിയിപ്പോൾ ഈ വെളിച്ചെണ്ണയുടെ മില്ലവർക്ക് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ നമുക്ക്. ഞാനത് ആദ്യമായിട്ട് ഇതിപ്പോൾ ഉപയോഗിക്കണ്ടേ എന്നൊക്കെ ആലോചിച്ചിട്ടല്ല ചേട്ടാ നമ്മൾ ഇരിക്കുന്നത്. അല്ല നമുക്കുള്ളത് തന്നെയാണോ, ഇനിയിപ്പോ ഇവിടെ വീട് തെറ്റി വെച്ചതാണോ എന്നൊന്നും അറിയില്ല നമുക്ക്. അതായത് ഒരു കുറിപ്പ് വരെ വെച്ചിട്ടില്ലേ അവര്, എന്തെങ്കിലും ഒരു ചെറുതായിട്ടേ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ പൊട്ടിച്ചിട്ടൊന്നുമില്ല, അത് അങ്ങനെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പറയാനായിട്ട് നമ്മൾക്ക് എന്താ പറയാ, നമുക്കുള്ളത് തന്നെയാണോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് പറയാനായിട്ട് എനിക്ക് അറിയണമില്ല അതെങ്ങനെ പറയേണ്ടത്. നല്ല വെള്ള ഷർട്ട് കണ്ടാ, പിന്നെ അതേ വെള്ള മുണ്ട്, പിന്നെ അതേ നല്ല ഭംഗിയുള്ളൊരു സാരി, അതൊക്കെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. എന്താണ് കാര്യം എന്നറിയില്ല. എന്തായാലും ഈ വീഡിയോ ആൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കമൻറ്റ് വരും, അതിന് എനിക്ക് ഉറപ്പുണ്ട്. അതാണ് ഞാൻ ഇത്രയും ഇതിനെപ്പറ്റി പറയുന്നത് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിത് എന്താ ചെയ്യാലോ ചേട്ടാ, നമ്മളങ്ങോട്ട് ഉപയോഗിക്കും. പിന്നെ എന്ത് തന്നെ വന്നാലും നമ്മൾ ഇതിപ്പോൾ തരണം ചെയ്യും, അപ്പോഴത്തെ ഇതനുസരിച്ച് നമ്മൾ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, നമ്മളെ അച്ഛനമ്മേനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും കൊണ്ടുവച്ചതാവാം, അങ്ങനെ തന്നെ. പിന്നെ ഓണത്തിനെ പറ്റി പറയാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പകാലങ്ങളിൽ എനിക്ക് ഏറ്റവും സന്തോഷം എനിക്കെന്ന് അച്ഛനെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞങ്ങളെങ്ങനെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പൂവൊക്കെ പൊട്ടിച്ച് വല്ലവരുടെ പൂവട്ട പൊട്ടിക്കുക, എല്ലാ ആൾക്കാരുടെ വീട്ടിൽ നിന്നൊക്കെ പൂവൊക്കെ പൊട്ടിച്ച്. അന്ന് അതൊന്നും വലിയ
ഒരു കുറ്റായിട്ടോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിട്ടോ ഒന്നും നമുക്ക് തോന്നാറില്ല. ഓണത്തിന് പൂ കിട്ടണം മാത്രം തോന്നാറുള്ളൂ. ഇന്ന് നമ്മളൊക്കെ അതേ ചെണ്ടുമല്ലിയും മറ്റുള്ള ഉണ്ടാമണി അങ്ങനത്തെ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, ഒരുപാട് കിട്ടുന്നുണ്ട്. അന്ന് അങ്ങനെ കിട്ടലൊന്നുമില്ല. അന്ന് അങ്ങനെയൊന്നും മേടിക്കല് ഞാൻ കണ്ടിട്ടില്ല കേട്ടാ എൻ്റെ ചെറുപ്പത്തിലൊന്നും. ഇപ്പോൾ വേറെയുള്ള ആളുകളൊക്കെ മേടിച്ച് ടൗണിൽ നിന്നൊക്കെ മേടിച്ചു കൊണ്ട് നിന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നമ്മൾ രാത്രി പൂ പൊട്ടിക്കാൻ പോകും. പൂരാടത്തിൻ്റെ അന്ന് വൈകുന്നേരം പൂ പൊട്ടിക്കാൻ പോക്കുണ്ട് എൻ്റെ കുഞ്ഞേട്ടനൊക്കെ. റോസാപ്പൂവായാലും എന്ത് പൂവായാലും പൊട്ടിച്ചു കൊണ്ടുവരും. മറ്റുള്ളവർ ഇതൊന്നും നോക്കില്ല, ഇതൊന്നും നമ്മൾ നോക്കാറില്ല. വിഷമങ്ങളൊന്നും ഒരു പൂവുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളൊന്നും അന്ന് ആ കുട്ടിക്കാലത്ത് നമ്മൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നല്ലോണം അറിയാട്ടെ എനിക്ക്. ഒരു പൂ പോലും പൊട്ടിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരൊരു പൂ പൊട്ടിക്കുന്നതോ വേറെ എന്തൊക്കെ ചെയ്താലും പൂ പൊട്ടിക്കാൻ എനിക്കിഷ്ടമല്ല. ഞാൻ പൊട്ടിക്കൂല, ഞാൻ പൊട്ടിക്കാൻ സമ്മതിക്കൂല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അത്രയും അന്നും ഇന്നും പൂക്കളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാണ്ട് നമ്മൾ നമ്മുടെ ഒരു ചെറിയ മനസ്സിൻ്റെ ഒരു സന്തോഷം നമ്മൾ കണ്ടെത്തിയിരുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊരു ഭയങ്കര കാലഘട്ടമായിരുന്നു. ഇപ്പോൾ ഓരോ ദിവസങ്ങളിൽ ഏത് പൂവിടണമെന്നൊന്നും അന്നും ഇന്നും എനിക്ക് ശരിക്കും അറിയില്ല. ഞങ്ങൾ തുമ്പപ്പൂവും പിന്നെ കുഞ്ഞു വയലറ്റുള്ള പൂവുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ നുള്ളി ഒരേ പാത്രങ്ങളിലാക്കി വെച്ച് പരീക്ഷ ടൈം ഔട്ടാന്നൊക്കെ അന്ന് മര്യാദയ്ക്ക് പഠിച്ചു എന്ന് വിചാരിച്ചാൽ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. പൂ പൊട്ടിക്കാൻ നടക്കലായിരുന്നു മെയിനായിട്ട്. പരീക്ഷാ സമയങ്ങളിലൊക്കെ ഈ അത്തം കഴിഞ്ഞ് വരുന്ന സമയങ്ങളിലൊക്കെ പരീക്ഷയായിരിക്കും. അപ്പോഴൊക്കെ ഈ ഉച്ചതിരിഞ്ഞ് വന്ന് സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓരോ പരീക്ഷകൾ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് പഠിക്കലൊന്നല്ല, ഈ പൂ പൊട്ടിക്കാൻ നടക്കലാണ് അന്ന് മിക്ക എല്ലാവരും. എൻ്റെ കൂടെ കുറേ ഉണ്ട്. ജലജ, പ്രേമ, രജനി അങ്ങനെ പറഞ്ഞ് കുറേ ആൾക്കാരുണ്ട്. ഞങ്ങൾ ആൺകുട്ടികളുണ്ട് കുറേ. അപ്പം എല്ലാവരും കൂടി പൂ പൊട്ടിച്ച് അതൊരു നല്ല സുവർണ്ണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കൊന്നും ഇന്നത് കാലത്ത് ഒരു കുട്ടികൾക്കും ഇല്ല. പൂ മേടിച്ചുകൊണ്ടിരാൻ മൊബൈലിൽ ആ നേരം മൊബൈലിൽ നിന്ന് കളിക്കാം, അല്ലെങ്കിൽ നോക്കിയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മൊബൈലിൽ കുറേ നേരം. ഞാൻ ഇന്നും മൊബൈലിൽ അങ്ങനെ അധികം നോക്കുന്ന ഒരാളല്ല കേട്ടോ. എനിക്കിഷ്ടമില്ല. കുറച്ച് നേരമൊക്കെ രാത്രി ഉറക്കം വരാണ്ടിരിക്കുമ്പോൾ കുറച്ച് നേരം നോക്കും. അല്ലെങ്കിൽ എൻ്റെ ഒഴിവ് സമയങ്ങളിൽ എൻ്റെ ചാനലുകൾ നോക്കും ഒത്തിരി എന്തൊക്കെയാണെന്നുള്ളത്. അത്രയ്ക്ക് അതിനോട് അങ്ങോട്ട് അഡിക്റ്റ് ആയിട്ടും അല്ലെങ്കിൽ കുറേ നേരം കാണുമ്പോൾ എനിക്ക് തലയൊക്കെ പെരുക്കണ പോലെ തോന്നും. കുറച്ച് നേരം കണ്ടാൽ ഞാൻ അവിടെ എടുത്തു വെച്ച് ഞാൻ വേറെ പണിക്ക് പോകും. അങ്ങനെയാണ് അത്. ഞാൻ ചിലവരൊക്കെ എല്ലാ സമയത്തും മൊബൈൽ തന്നെ നോക്കിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അതൊക്കെ അതിൽ നിന്നൊക്കെ മാറുന്നത് നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. കുറേ നമ്മളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിച്ചിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഇവരോട് ആലോചിക്കാറുണ്ട്. ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഇവർക്ക് വേറെ ജോലികളൊന്നും ചെയ്യണ്ടേന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അവർ നോക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ പൂക്കളിടാൻ പോവാണ്. നമ്മൾ ഇന്നലെ രാത്രി പൂക്കളിടാൻ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇന്നാണ് പൂക്കളിടുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറേ അല്ലേയും കുറച്ച് പൂവ് ഞാൻ കുറേ ഇന്നലെ 100 രൂപയ്ക്ക് എന്താണാവോലെ ചേട്ടാ കുറേ പൂ തന്നു അല്ലേ. രാത്രിയായ കാരണം തോന്നുന്നുണ്ടേ. പിന്നെ ചേട്ടൻ അറിയുന്ന ഒരാളായിരുന്നു പുതുക്കാടുള്ളത്. ആള് അമ്പലൂരത്തെ കടയിൽ നിന്ന് ആള് ഒരു കവർ തന്നിട്ട് പിന്നെ ആള് കുറേ കൂടി വാരി കുത്തി നിറച്ചു ചെയ്ത്. അപ്പോൾ കുറേ പൂ കിട്ടി. എനിക്ക് നല്ല സന്തോഷമായി. അപ്പോൾ ഞാൻ വേറൊരു കവർ കൂടി 100 രൂപയ്ക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴായി ചേട്ടൻ ഇത് ചെയ്തത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട അത് മതിയെന്ന്. അപ്പോൾ പൂവൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കുറച്ച് നമ്മുടെ ഇലകളൊക്കെ ഉണ്ട്. ഇലകൾ വെട്ടിയിട്ടാൽ നമ്മൾക്ക് നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അതൊക്കെ കൂടി ഇട്ടിട്ട് നമുക്കൊരു പൂക്കളിടാം. പൂക്കളത്തിലേക്ക് മഞ്ഞ മാത്രമാക്കി ഇടാന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് പൂ ഉണ്ടായാൽ മതിട്ടാ. കുറേ ഇടാം നമുക്കിത്. ചെറിയ കത്രിയുണ്ട്, രണ്ട് വേറെ കത്രിയുണ്ടാ. അതുകൊണ്ട് ഇങ്ങനെ വെട്ടാൻ വേണം. ഇതിൻ്റെ ഈ കട വേണ്ടാന്ന് വെച്ചിട്ടാണ്. കട ഇങ്ങനെ പൊളിഞ്ഞു വരുന്നത് കറുപ്പ കളറല്ല, ഒരു ഭംഗിയുണ്ടാവില്ല. ചില കുട്ടിക്കാലത്തിന് പറ്റി അച്ഛനൊന്നും പറയല്ലേ. പൂക്കളൊക്കെ പൊട്ടിക്കാൻ പോകാറില്ല ഏട്ടാ. ഒന്നും പൊട്ടിക്കാൻ പോവല്ലേ.
അപ്പം ആരെ പൂക്കളം അമ്മ ഇടൂല്ലേ? ചേച്ചി ഇടും. ചേച്ചി ഇടൂ. ചേച്ചി നിർന്നത് ചേട്ടൻ ഓർമ്മയില്ല അല്ലേ? മുരളിക്ക് ഇത്തിരി ഇൻട്രസ്റ്റ് ആട്ടാ എൻ്റെ അനിയന്. അവിടെ ഈ വക കാര്യത്തിൽ ഓണക്കളി ഈ കാര്യത്തിലൊക്കെ ഇത്തിരി നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പം നിലവിളക്ക് ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ചുറ്റൂടാന്നാണ് വിചാരിക്കുന്നത്. ആദ്യം ഇവിടെ ഓറഞ്ച് കൊണ്ട് അതുകൊണ്ട് തുടങ്ങാം. വരൂ ചേട്ടാ, വരൂ വരൂ. ചേട്ടാ ഇങ്ങനെ സ്റ്റൈലാക്കണ കാര്യം അച്ഛനെന്നൊക്കെ കൂടുതൽ താല്പര്യം. വട്ടട്ടാ നിലം കാണണ്ടാട്ടാ ചേട്ടാ, ഇത് കട്ടി വരുന്നേ വേണ്ട. അങ്ങനെ ഇത് മതി, ഇത് മതി. വണ്ണം കുറേ വേണ്ട. അപ്പം നമുക്ക് സ്ഥലം ഉണ്ടാവില്ല, കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ നമുക്ക് ഇവിടെ. പൂവ് കുഴപ്പമില്ലാത്ത രീതിയിലുണ്ടല്ലോ. ഇവിടെ കട വികസിച്ചിട്ട് തല കൂർമ്മിച്ചിട്ട് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തല വികസിച്ചിട്ടേ തലത്തിരിച്ചിട്ട് നമ്മൾ കൂർമ്മിച്ചിട്ട് ഇതാണ് ആഗ്രഹിച്ചത്. കൂടി മതി. അപ്പോഴേ അച്ഛൻ്റെ അതൊക്കെ റെഡിയാക്കിയിട്ടാ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചെയ്യാൻ പോയതാ നമ്മുടെ ചെടിയിലെ ഇല. ചേട്ടാ വാ, പോയാ ഒക്കെ കൃത്യമായിട്ട് വെച്ചുട്ടാള്. ഒരു ലെയർ ഇതും കൂടി ഇട്ട് കൊടുത്താൽ ഒരു ഭംഗി വരുള്ളൂ എന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ പൂർണ്ണതയിലാണ് നിൽക്കുന്നത്. എൻ്റെ മക്കളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പുതിയ വീട്ടിലത്തെ സുജമോളുടെ പുതിയ ഓണം അതിൻ്റെ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം എനിക്ക് എൻ്റെ ഓണം നല്ല ഭംഗിയാക്കണം എന്നല്ലേ ആഗ്രഹം. വേണം അരിയന എന്തൊപ്പിക്കാം അല്ലേ? കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഓണത്തിൻ്റെതായ ഒറ്റൊരുക്കങ്ങളും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം സമയമില്ല, പിന്നെ കുട്ടികൾ പോണ തിരക്ക്, കുറ്റൂച്ചയുടെ തിരക്ക്, അങ്ങനെയൊക്കെ ഞാൻ ഭയങ്കര ക്ഷീണത്തിലാണ്. അപ്പോൾ പൂക്കളൊക്കെ ഇടാൻ നല്ല സന്തോഷമാണത്. ഉച്ചയാവും തോറും വെയിലുദിക്കും തോറും എനിക്ക് വയ്യാണ്ടായിട്ട് വരും. സുജമോള് വരുന്നില്ല എന്ന് പറഞ്ഞു. സുജമോള് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടില്ല. വീട് പണിത് പുതിയ വീട്ടിലേക്ക് കയറിയെന്ന് പറഞ്ഞാലും ഒരു ഹാപ്പിയും അല്ല ആള്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് മാളും ഭാഗ്യനും പറഞ്ഞു അമ്മ അച്ഛനും ഒറ്റയ്ക്കല്ലേ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഉച്ചയ്ക്കലത്തെ ഭക്ഷണം ഒരു സാമ്പാറായാലും മതി, അത് കഴിച്ചിട്ടാണ് ഞാൻ എവിടേക്കും പോകുള്ളൂ എന്നുള്ള വാശിയിലാണ് ഞാൻ. വാശിയല്ല, ഒരു ഇഷ്ടം. വാശിന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വരിക. ആരും നിർബന്ധിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ആരെയും നിർബന്ധിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. എനിക്കറിയാം എല്ലാവരുടെയും അവസ്ഥകൾ. എൻ്റെ ഭാഗ്യനായാലും എൻ്റെ മാളും ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ സുജുമോനായാലും ഒക്കെ, സുജമോളൊക്കെ ആയാലും നല്ല തിരക്കില്ല. തുന്നൽ കടയും പച്ചക്കറി കടയല്ലേ. അപ്പം നിങ്ങൾക്ക് അറിഞ്ഞൂടാ, ഞാൻ അതിനെ പറ്റി പറയണ്ടല്ലോ.
അപ്പോൾ എല്ലാതും അവരവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യട്ടെ, അത്ര മതി. അപ്പോൾ ഭാഗ്യന് ഇന്നലെ പറഞ്ഞപ്പോൾ വരുന്നില്ല എന്ന്, കടയിലേക്ക് പോകണം, അവിടെ ക്രിസ്ത്യൻസോളായിട്ടുള്ള ജോലിക്കാരാണ് അവിടെ ഉണ്ടാവുള്ളേ, ബാക്കിയുള്ളവരൊക്കെ വീടുകളിലേക്ക് പോയിണ്ടാവും. അപ്പോൾ എന്നാലും 3-4 ക്രിസ്ത്യൻസോളുണ്ട് നമുക്ക്, അപ്പോൾ അവരവിടെ ഉണ്ടാവും. പിന്നെ നമ്മുടെ അറപ്പായേട്ടുണ്ടല്ലോ, അറപ്പായേട്ടൻ കാലത്ത് തന്നെ വരും. അപ്പോൾ ആളുടെ കയ്യിലാണ് രതീഷ് മോൻ പോവേ. അപ്പോൾ പിന്നെ അറപ്പായേട്ടനാണ് ഇവിടെ ഇത്തിരി സീനിയർ ആയിട്ടുള്ള ആള്. അപ്പോൾ ആളെ ഏൽപ്പിക്കുക. അപ്പോൾ എനിക്ക് കടയിൽ പോകണം അമ്മ എന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെ ഞാൻ സൗകര്യം ഉണ്ടെങ്കിൽ വായു എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് എന്തോ വിഷമായി തോന്നുന്നു ഭാഗ്യന്. ഇനിയിപ്പോൾ അമ്മയച്ഛനും തന്നെയല്ലേ, അപ്പോൾ ഞങ്ങൾ വരില്ല അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വരുമോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ വലിയ കറികളൊന്നും വെക്കാൻ പോകില്ല, ഒരു സാമ്പാർ വയ്ക്കും, ഒരു ഉപ്പേരി വയ്ക്കും, പപ്പടം കാച്ചും. പിന്നെയുള്ള വിപുലസമൃദ്ധമായ സദ്യകൾ മേടിക്കായിരുന്നില്ല അമ്മയ്ക്ക് എന്നൊക്കെ ചോദിക്കും ആള്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മേടിച്ചിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഉള്ളത് കുറച്ചായാലും മതി. കണ്ടമാനുള്ള ആ കറികളിൽ എന്നും നല്ല ഓണം പോലെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ വെച്ച് ഒട്ടും തർക്കമില്ലാത്ത കാര്യമാണ്. കടയിലായാലും 3-4-5 തരം കറികൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളെന്നും കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് ഇത്തിരി കുറച്ചാലും എനിക്ക് തോന്നുന്നു അത് മതി. അപ്പോൾ പപ്പടം, പഴം അതൊക്കെ ഉണ്ടാവും. പായസം ചിലപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവരും, നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവന്നാൽ നമുക്ക് വിളമ്പാം. പിന്നെ മോള് പറഞ്ഞു അമ്മ പറ്റുന്ന കറികൾ വെക്കി, ഞാൻ വെക്കുന്ന കറികളും കൂടി അമ്മയ്ക്ക് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ്, ഇത് സത്യസന്ധമായ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ കൂടി പറയുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതൊക്കെ എൻ്റെ ജീവിത രീതികളാണ്. അപ്പോൾ അത് കാണാൻ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ്. അതല്ലേ അമ്മ അത് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ സാമ്പാറിന് പരിപ്പ് ഇട്ടിട്ടാണ് ഞാൻ പൂക്കളം ഇടാൻ പോയത്. അപ്പോൾ പരിപ്പൊക്കെ വരുന്നത് നന്നായി വെന്തിരിക്കുന്നുണ്ട്. അതിലിത്തിരി കഷ്ണങ്ങൾ നോക്കിയിട്ട് എന്തോ സാമ്പാറാക്കാൻ നമുക്ക്. അങ്ങനെ സാമ്പാറും വെന്തു, ഉപ്പേരിയും വെന്തുട്ടാ. അതൊന്ന് കാച്ചണങ്ങി. അപ്പം അതൊന്ന് കാച്ചി കഴിഞ്ഞാൽ, അപ്പം ഒന്ന് കാലത്ത് തന്നെ എന്തൊരു ചെയ്തെന്നറിയോ, കടുകും ചെപ്പിൽ കടുക് കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഇതിലിടാം, നിറച്ചിടാം. കടുകൊക്കെ ഇത്തിരി നിറച്ചിരുന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പം അത് ചെയ്തതാ. അതുള്ളായിരുന്നു. രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടിട്ടു. രണ്ടും എടുത്ത് കൊട്ടിക്കളഞ്ഞു. എങ്ങനെ തിരഞ്ഞെടുക്കാനോ? പിന്നെ അരിച്ചാൽ കിട്ടുമായിരുന്നു തോന്നുന്നുണ്ടല്ലേ. കടുകിങ്ങോട് ഉരുണ്ട് വരുമായിരുന്നു തോന്നുന്നുണ്ട്. ഞാൻ മറന്നുട്ടോ. അങ്ങനെ തന്നെ വേസ്റ്റിൻ്റെ അതിലേക്ക് തട്ടി. എന്നിട്ട് ഞാൻ അതിൻ്റെ ഒക്കെ തട്ടണേക്കാട്ടും മുന്നേ കുറച്ചതിൽ നിന്ന് ഇങ്ങനെ അടിയിട്ട് ഇങ്ങനെ വാരി എടുത്ത് വെച്ചതാ. ഓരോണ്ട് ഇപ്പോഴും. അല്ലെങ്കിൽ ഇന്ന് കാച്ചാൻ കടുകില്ലല്ലോ. അപ്പോൾ അതങ്ങനെ ഇങ്ങനെ ഒഴിച്ചിങ്ങനെ ആക്കണത് എനിക്കിഷ്ടം. പക്ഷെ ഞാൻ അപ്പോൾ ഇത്തിരി ഉപ്പേരി കാച്ചാൻ പോകുന്നു. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അന്നാകുമ്പോഴാണ് ഒരു മണമൊക്കെ വരിക നല്ല.
നല്ല സൂപ്പർ പയറുപ്പേരി. ഓണത്തിന് ഏറ്റവും 250 വരെ മേടിക്കുന്നവരുണ്ട് കേട്ടോ. പയറ് ചോപ്പ പയറ് 100 150 മേടിക്കും. ആ നേരത്തെ ചിലപ്പോൾ 50 60 ഉണ്ടാവുള്ളൂ അതിന് 2 ദിവസം മുന്നേ. അപ്പോൾ അവർക്ക് ആവശ്യം ഉണ്ടാവില്ല. ഇത് ഒരു പ്രത്യേകതയാണ് ഓണത്തിന്. തൃശ്ശൂർക്കാർക്കാണ് തോന്നുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴാട്ടോ അധികവും ഈ പയറുപ്പേരിക്ക് വെച്ച് തുടങ്ങിയത്. ഞാൻ വില കുറവുള്ള ഉപ്പേരികളാണ് ഞാൻ വെക്കാറുണ്ടായിരുന്നത്. ഇപ്പം പിന്നെ നമ്മുടെ കടയിലുള്ള കാരണം ഞാൻ കുറച്ച് എടുത്തോടുന്ന് ഇങ്ങനെ വെക്കും. അപ്പം അതും കഴിഞ്ഞു. ഓയിലും വെളിച്ചെണ്ണയും കൂടി മിക്സായോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ. കുറച്ച് മതി, 2 ആളുകളുള്ളൂ. ആളുടെ കാര്യം വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ വരില്ലേ. അവിടെ നിന്ന് വന്ന് എൻ്റെ മോള് വീണ്ടും അങ്ങോട്ട് തന്നെ ഓടി. അപ്പോഴേ ചോറ് വിളമ്പിയതും ചോറുണ്ട വിശേഷങ്ങളൊന്നും കാണിച്ചില്ല. ഞാൻ അച്ഛനും മാത്രമേ ഉണ്ടായുള്ളൂ. അവരൊന്നും വന്നില്ല. ഭാഗ്യനും മാളും വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ അമ്മ അങ്ങോട്ട് വരാം. അപ്പോൾ സുജമോളുടെ അടുത്തേക്ക് പോവാന്നാണ് വിചാരിച്ചോളൂ. നാളെ അപ്പോൾ അവരെല്ലാവരും കൂടി അവിടെ പുതിയ വീട്ടിലൊരു ഓണം നല്ലതല്ലേ, ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഞാനിവരുടെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ചെരുപ്പുകളും ഡ്രസ്സുകളൊക്കെ, അതൊക്കെ ഇവിടെ നിന്ന് അവിടേക്ക് പോകേണ്ടതാണ്. കാരണം അത് നിത്യോപയോഗ സാധനങ്ങളാണ്. അപ്പോൾ മോൾക്ക് അത് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു വണ്ടിയിലെല്ലാം കയറ്റി അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്താവും എന്നറിയില്ല. അപ്പോൾ കുറേ സ്ഥിര യൂസ് ചെയ്യുന്ന ചെരുപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊരു കവറിൽ ഇങ്ങനെ പിടിക്കുകയല്ലേ. പിന്നെ ആളുടെ മുടി സ്ട്രൈറ്റ് ചെയ്യുന്നത്, പിന്നെ ആളുടെ തേക്കുന്നത്, സിജിമോൻ തേക്കുന്നതാ. അപ്പം അതൊക്കെ പെയിൻറ്റോ അതൊക്കെ പെയിൻറ്റുകളൊക്കെ അവിടെ ഉള്ളു. മറ്റേ സാധനം എടുത്ത് വെച്ചിട്ട് വല്ലപ്പോഴും അന്വേഷിക്കുമ്പോൾ കിട്ടുള്ളൂ മാത്രം. അത് പിന്നെ ഇതൊക്കെ എന്തൊക്കെയാണ് അറിയില്ല. അവിടെ കുറേ ചെരുപ്പുണ്ട് ചേട്ടാ, എടുത്തുകൊണ്ടിട്ട് ചേട്ടാ. ഇനി വല്ലവരും അല്ലേ ഒരു വൈകുന്നേരം നിൽക്കാനൊക്കെ വന്നാൽ അവർക്കും കെടുക്കണ്ട. അപ്പം അതൊക്കെ നമ്മളെ ഒന്ന് മാറ്റി വിരിച്ച് ഇടണം എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് സമാധാനക്കേടാ.
ഓരോ റൂമിലേക്ക് വരുമ്പോഴും നമ്മൾക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെടണ്ടേ. ഷർട്ടോളാണ് ഇട്ടത്. കുറച്ച് ഷർട്ടോള കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ദൈവമേ എന്തോരം ഷർട്ടോളാ ഇടുന്നത് ഇടാത്തതൊക്കെ ഇന്നെ തോന്നുന്നുണ്ട്. ഭയങ്കര അവിടെ കിടന്നോട്ടെ. അതല്ല അത് ആ കാര്യമായി കിടക്കണതേ 1-2 അങ്ങനെയാണ് കൊണ്ട് അതിൽ വെക്കട്ടെ. എന്നിട്ട് അത് കെട്ടിക്കോ. അതെല്ലാം കിടക്കും. വേറെ മുണ്ടെടുക്കാം. ചേട്ടൻ്റെ പഴയ മുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കും. വേറെ ഇതാ വാണ്ടക്കെട്ടുള്ളതേ കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടാ. എളുപ്പമല്ല കേട്ടോ അതൊന്നും എടുക്കാൻ. അയ്യോ വയ്യാണ്ടായി സത്യത്തിൽ. എന്നാലും പിന്നെ ചെയ്യണ്ടേ എനിക്ക് ചെയ്യുന്നതാ ഞാൻ. തുണികളൊക്കെ കൊണ്ടുവന്ന ബാഗുകളാന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ. അതിലൊന്ന് നിറയ്ക്കാനൊന്നേ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം ഞാനൊക്കെ ചാക്കിൽ ഇങ്ങനെ കെട്ടി നോക്കാം. എന്തായാലും അവിടെ പോയിട്ട് മടക്കി വെക്കേണ്ടതല്ല. അപ്പൊ മടക്കാം എന്ന് വിചാരിച്ചിട്ടാ. വീട് മാറ്റം കണ്ടില്ലേ? അപ്പടി അങ്ങോട്ട് കൊണ്ടുപോകാതാട്ടാ. പുതിയ വീട് നിറയും പഴയ സാധനങ്ങളെ കൊണ്ട്. അത്ര അധികം ഉണ്ട്. ഇതെപ്പോഴാണാവും ഇതൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് കെട്ടിപ്പേറി കൊണ്ടുവന്ന എത്ര അധികം സാധനങ്ങൾ. ഞാൻ കണ്ടിട്ടുണ്ടായില്ല. മോൾ തന്നെയാണ് ഒതുക്കി വെക്കുന്നതും എടുത്തു കൊണ്ടുവന്നതൊക്കെ. ഇപ്പോൾ ഞാനെടുത്തപ്പോഴാണ് ഇത്ര അധികം സാധനങ്ങളുള്ളത് അറിയുന്നത്. വാണ്ടക്കെട്ടോളം അത് മുഴുവനും കണ്ട. ഉള്ളിലൊക്കെ തുണികളാണ് അച്ഛൻ എടുത്തത് കൊണ്ടുവരുന്നു. അപ്പോഴേ വണ്ടി വന്നിട്ടുണ്ട് കേട്ടാ. അതിൽ കയറ്റി വിടാം നമ്മൾ. ചെറുതുകളൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടേ സീറ്റ് മറിക്കാം. ഫ്രണ്ടിലേക്ക് വെച്ചിട്ടേ ഞാൻ വേണമെങ്കിൽ വരാം. സീറ്റ് മറിക്കാൻ അല്ലേ? അല്ല വണ്ടിയിൽ അതൊക്കെ ബാക്ക്. എടുത്തിട്ട് പോരാ. ഇത് വന്ന് പോയാൽ പോരാ. കുറച്ചുകൂടെ കണ്ണു കഴിക്കാം.
മതിയാ അപ്പം അച്ഛനും കൂടി പോവാണേ. അപ്പോൾ അവിടെ നിന്ന് കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാണ്ട്. അപ്പേ അവരങ്ങനെ പോയി. നമ്മളിവിടെ കുറച്ച് നേരം അച്ഛൻ വരുമ്പം ഞാൻ ചിലപ്പോൾ അവരുടെ കൂടെ കയറി അച്ഛൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴേക്കും ഞാൻ കുറച്ച് ഇവിടെ അടിക്കലും പോരലും പണികളൊക്കെ ചെയ്യട്ടെ, എന്നിട്ട് പോവാം അങ്ങോട്ട്. ചിലപ്പോൾ ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി എപ്പോഴെങ്കിലും തിരിച്ചെത്താമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അലങ്കോലാക്കിയിട്ട് പോകുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ ദിവസങ്ങളായി ഇവിടെ അലങ്കോലാണ്, അങ്ങോട്ട് മാറലും ഇങ്ങോട്ട് മാറലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒന്ന് നനയ്ക്കണം, ചെടികളൊക്കെ ഒന്ന് നനയ്ക്കണം, വേണം പോകാൻ. അച്ഛനെ കൊണ്ടിറക്കിയിട്ട് തിരിച്ചു വന്നു കേട്ടാ. അവിടുത്തെ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് വന്നു. എന്താ കൊണ്ടുപോയ ചെടികൾ 2 എണ്ണം അങ്ങോട്ട് തിരിച്ചു കൊടുന്നു കേട്ടാ. അപ്പോൾ അതെ ഫോട്ടോ അങ്ങനെ പോവാട്ടാ ചേട്ടൻ. വലിയ ഉപകാരമായി നമുക്കിന്ന് വന്നത്. അപ്പം ഇളകിലത്തേന്നുണ്ടല്ലേ ഓട്ടോറിക്ഷ. അപ്പോൾ അവിടെ ഇറക്കി കൊടുത്തിട്ട് ബാക്കി ഇനി ഒതുക്കി വയ്ക്കണല്ലേ. കിട്ടില്ല ഇനിയിപ്പോൾ പറക്കനാ ചെടി. അതെ എൻ്റെ ഇവിടെ ഇങ്ങനത്തെ ഒക്കെ പോയില്ലേ, സ്നേക്ക് പ്ലാന്റ് മഞ്ഞൊക്കെ പോയില്ലേ. അപ്പോൾ അല്ല ലൈറ്റ് ഇട്ടോ ചേട്ടാ, ഇവിടേക്ക് 2 ലൈറ്റും കൂടി ഉണ്ടല്ലോ. വൈകുന്നേരമായി. അതെ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഇത്തിരി തല പോയതൊക്കെയാണ്, എന്നാലും പൊടിച്ച് നല്ലതായിട്ട് വരില്ലേ. അപ്പോൾ ഞാനത് ഉണ്ടാക്കി കൊണ്ടുപോകണ്ട. പിന്നെ ഈ ഒരു ചെടി വെച്ചില്ലേ നമ്മുടെ അവിടെ, അത് ഞാനിങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. ഇത് വരണുള്ളൂ ഇനി. ഒരുവിധം നല്ല ചെടികളൊക്കെ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേ നാളത്തെ വിശേഷങ്ങൾ കാണിക്കാട്ടോ അവിടെ ചെന്നിട്ട്. അപ്പോൾ അവിടേക്ക് എത്തട്ടെ. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ, ട്രൈപ്പോഡൊക്കെ കൊണ്ട് പോവാം. ഒല്ലൂര് ചെന്നിട്ട് കാണാട്ടോ നീ. അങ്ങനെ ഞാനത് ഒല്ലൂരെത്തിയിട്ടോ. ഒല്ലൂരെത്തി. ഒല്ലൂരിലെ പൂക്കളം കണ്ടില്ല, ഒല്ലൂരത്തെ അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. പുതിയ വീട്ടിലത്തെ പുതിയ ഓണം. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ അമ്മയുടെ ഇന്നത്തെ വിശേഷം. അപ്പം ഇനി നാളത്തെ വിശേഷം, നാളെ ഇവിടെ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. കുറേ നമ്മൾ കാര്യമായിട്ടുള്ള ആൾക്കാരൊന്നും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പലർക്കും വീട് കാണുന്നില്ല. ഒരുവിധം നല്ല അടുത്ത ബന്ധുക്കളൊക്കെ ഉണ്ടേ, കുടുംബക്കാരൊക്കെ, അവരൊന്നും വീട് കണ്ടിട്ടില്ല എന്നുള്ള പരാതി. അപ്പോൾ വരാൻ പറ്റുന്നവരോടൊക്കെ ഓരോ ഒഴിവ് ദിവസങ്ങളിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിൽ നാളെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതാണ് ഞാൻ ഇന്ന് തന്നെ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ. പൂക്കളെ കാണിച്ചു കൊടുത്താൽ ഇതെന്താന്ന് ഞാൻ ചോദിച്ചേ. അപ്പോൾ മോള് പറഞ്ഞു മാവിൻ്റെ ഇല പൊടിച്ചതാണ്. ഇത് നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടാ. ഐഡിയ എനിക്കറിയില്ലായിരുന്നു. നമ്മൾ മറ്റേ എന്താ പറയുക, ചെടിയിലെ ഇല അരിഞ്ഞതല്ലേ, ഇവർ മാവിൻ്റെ ഇല പൊടിച്ചത്. അവരതും പൂക്കൾ മാത്രം കൊണ്ടാട്ടിട്ടിരിക്കുന്നത്. നല്ല ഭംഗിയിട്ടിട്ടുണ്ട് അവര്. നന്ദു കൂടിയിട്ട അല്ലേ, ഉണ്ണിമോള് നന്ദു കൂടിയിട്ട നല്ല രസമായിട്ടിട്ടുണ്ട്. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടാ.